പൊതുജനങ്ങൾ അങ്ങനെ പിടിക്കാൻ പാടില്ല, കാരണം അത് അപകടം ഉണ്ടാക്കില്ലേ? അത് ചില ആളുകൾ ഇപ്പോൾ നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്നത് കൂടുതൽ വീഡിയോസുകളും എഡിറ്റ് ചെയ്ത വീഡിയോസുകളായിരിക്കും. ആ പാമ്പിനെ കാണുന്നതും എടുക്കുന്നതും ബാഗിലേക്ക് കയറ്റുന്നതും മാത്രമാണ് ജനങ്ങൾ കാണുന്നത്. അപ്പോൾ ആളുകൾ വിചാരിക്കും ഇതന്നെയാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം. ഇപ്പോൾ ഈ മൊബൈലുകളിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉള്ളതുകൊണ്ട് എല്ലാവരും എഡിറ്റ് ചെയ്തിട്ട് അതിനെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇത് ഡെഡികാസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണ് അറിയോ, എല്ലാവരും സിമ്പിളാണെന്ന് കരുതിയിട്ട് എടുക്കാൻ പോയാൽ അത് അപകടം കൂടും. സംസ്ഥാനത്ത് പാമ്പുകളുടെ ശല്യം രൂക്ഷമാവുകയാണ്. പാമ്പ് കടിയേറ്റുള്ള മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. പാമ്പുകളെ കണ്ടാൽ എന്താണ് ചെയ്യേണ്ടത്? തല്ലിക്കൊല്ലാമോ? കൊന്നുകഴിഞ്ഞാൽ നിയമപ്രശ്നങ്ങളുണ്ടോ? പല സംശയങ്ങളും ഉണ്ടാവും. നമുക്കൊപ്പം താമരശ്ശേരി RRT അംഗവും പ്രമുഖ സ്നേക്ക് റെസ്ക്യൂറുമായിട്ടുള്ള കബീർ കള്ളന്തോട് ചേരുകയാണ്. നല്ല വേനൽ, നല്ല ചൂട്, സ്വാഭാവികമായിട്ടും ഇപ്പോൾ പാമ്പ് പിടുത്തവുമായി ബന്ധപ്പെട്ട് വലിയ തിരക്കുണ്ടാവുമല്ലോ. ഒരുപാട് കേസുകൾ വരുന്നുണ്ട്. ഇപ്പോൾ കാര്യമായിട്ട് അറിയാവുന്നതെന്ന് പറഞ്ഞാൽ ഈ വള്ളിക്കെട്ടിൻ്റെ ഒരു കേസ് ഇപ്പോൾ നമ്മളെ ഈ സ്കൂൾ ഒരു വീട്ടിൽ നിന്ന് 2-3 പ്രാവശ്യമായിട്ട് കണ്ണ് ആവുകയൊക്കെ ചെയ്ത ഈ ഒരു കാരണത്താലേ ഇപ്പോൾ എന്താണെന്നറിയില്ല, ഈ വള്ളിക്കെട്ടൻ പൊതുവേ വീടിൻ്റെ ഉള്ളിൽ കയറാത്തൊരു പാമ്പാണ്. കാരണം അവരുടെ ഏറ്റവും കൂടുതൽ ഭക്ഷണം എന്ന് പറയുന്നത് മറ്റു പാമ്പുകളാണ്. പാമ്പുകൾ സാധാരണ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് നമ്മൾ ഈ ഇര തേടിയിട്ടാണ്. ഭക്ഷണ വേസ്റ്റുകളൊക്കെ പുറത്തിടുന്നത് കൊണ്ട് അതിന് എലികൾ മറ്റുള്ള ജീവികളൊക്കെ വരും. എലി വരുന്നത് മാത്രമല്ല, എലികൾ മാളങ്ങൾ ഉണ്ടാക്കി വെക്കും, അതിൽ ഇവർ തന്നെ വസിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് വീടിൻ്റെ ഉള്ളിലൊക്കെ കൂടുതലും പാമ്പുകൾ എത്തിപ്പെടുന്നത്. അതുകൊണ്ട് ഭക്ഷണ വേസ്റ്റുകളൊക്കെ ആവശ്യമായി വലിച്ചെറിയാതിരിക്കുക, അതിന് വേണ്ട നല്ലൊരു സംസ്കരണം എന്തെങ്കിലും ചെയ്യുക. അതല്ലാതെ വരുന്ന സമയത്ത് ഈ തണുപ്പ് കിട്ടിയിട്ടും തണുപ്പ് ഏരിയ നോക്കി കാട്ടുമാണ് വീടിൻ്റെ ഉള്ളിലേക്ക് എത്തിപ്പെടുന്നത് ഈ മറ്റുള്ള പാമ്പുകൾ. പക്ഷേ ഈ വള്ളിക്കെട്ടൻ എങ്ങനെ എത്തുന്നു എന്നുള്ളത് ആദ്യമായിട്ടാണ് ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വർഷമാണ് കൂടുതലും കേൾക്കുന്നത്. ഇതൊക്കെ ഈ ചൂട് കൊണ്ടായിരിക്കണം എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇവരൊക്കെ തണുത്ത പ്രതലങ്ങളിലൂടെ മാത്രം സഞ്ചരിക്കുകയും ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ജീവികളാണ്, ഉരക ജീവികളൊക്കെ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അങ്ങനെ കയറി വരുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. പാമ്പുകളെ കണ്ടാൽ പൊതുജനങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? പാമ്പുകളെ കണ്ടാൽ അതിനെ നമ്മൾ ഏത് ഭാഗത്തേക്കാണ് പോകുന്നതെന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് വേഗം ഒരു റെസ്ക്യൂറെ സഹായം തേടുക. അത് കാട് പിടിച്ച ഭാഗങ്ങളോ അല്ലെങ്കിൽ അതുപോലത്തെ അവർക്ക് താമസിക്കാൻ പറ്റിയ ഷെൽട്ടറുകളാണെങ്കിൽ അവരവിടെ താമസിക്കുന്നുള്ളത് 100% ഉറപ്പ് തന്നെയാണ്. പണ്ടത്തെ പോലെ പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ടെന്നൊക്കെ പറയുന്ന പോലെ അല്ല. ഇപ്പോൾ പാമ്പുകൾക്ക് മാളം കുറവാണ്. കാരണം ആദ്യമൊക്കെ ഒരു ഏക്കറുകളിലൊക്കെ 2-3 വീടുകളുള്ള സ്ഥലത്ത് ഇപ്പം 10 സെൻറ്റിൽ തന്നെ 3-4 വീടുകൾ വരുന്ന ഒരു കാലമായിപ്പോയി. അപ്പോൾ അവർക്ക് വസിക്കാൻ സ്ഥലം കുറവായതുകൊണ്ടും കൂടുതൽ വീടിൻ്റെ അടുത്തൊക്കെ ഒരുപാട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്ത് എന്തൊക്കെ ഒരുപാട് ഭക്ഷണ വേസ്റ്റുകൾ ഇതൊക്കെ എടുത്തെറിയുക, അതുപോലെ തന്നെ വിറകുകൾ കൂട്ടിയിടുക, അതുകൊണ്ട് വീട്ടിലേക്ക് ചാരി വെച്ചുകൊണ്ട് ഉണ്ടാക്കുക. അതുപോലെ നമ്മൾ ഈ ഫ്രേഷൻ ബൂട്ട് പോലത്തെ വള്ളികൾ, ഈ കൊക്കോ പോലത്തതൊക്കെ, ഈ കോവക്ക പോലത്തതൊക്കെ വീടിന് തണലിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പന്തലാക്കി വെക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ മുകളിൽ കൂടെയൊക്കെ എലിയോ പല്ലിയോ അല്ല ഈ അങ്ങനത്തെ എന്തെങ്കിലും ഫുഡ് അവർക്ക് ഭക്ഷിക്കാൻ പറ്റിയ സാധനങ്ങൾ വരുമ്പോൾ അതിൻ്റെ കൂടെ ഇവരും വന്നിടും. അങ്ങനെയാണ് വീടിൻ്റെ ഉള്ളിലൊക്കെ കൂടുതലും എത്തിപ്പെടുന്നത്. പൊതുവേ പാമ്പുകൾ വീടിൻ്റെ ഉള്ളിൽ അങ്ങനെ കയറുന്ന പാമ്പുകളല്ല. പക്ഷേ ഈ വള്ളിക്കെട്ടൻ എങ്ങനെ എത്തുന്നു എന്നുള്ളത് ഇപ്പോഴും നമുക്കറിയുന്നില്ല. ഏതായാലും കൂടുതൽ ശ്രദ്ധിക്കുക. പിന്നെ ഈ പാമ്പുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എല്ലാ ജീവികൾക്കും ഇവിടെ വസിക്കാനുള്ള ഇതുണ്ട്. അപ്പോൾ ഏതൊരു പാമ്പുകളും ഒരുപാട് പാമ്പുകൾ ഷെഡ്യൂൾ 1 പാമ്പുണ്ട്, ഷെഡ്യൂൾ പാർട്ട് 1 അങ്ങനെ കുറേ ഇതുണ്ട്. ഇപ്പോൾ എല്ലാവരും നിസ്സാരമായി കാണുന്നൊരു പാമ്പാണ് ചേര. പക്ഷേ ഇപ്പോൾ നമ്മളൊരു ദേശീയ ഉരകമായിട്ടോ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ, എന്താണ്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് അതൊന്നും അതിനെ ആക്രമിക്കുന്നതും അതിനെ ഹരാസ്മെൻറ്റ് ചെയ്യുന്നത്, തല്ലിക്കൊല്ലുന്നത് ഇതൊക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ ചില ആളുകൾ നമ്മൾ ചില വീടുകളിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണുന്നൊരു സംഗതിയാണ് ഇതിൻ്റെ മുകളിലേക്ക് മണ്ണെണ്ണ കുടഞ്ഞിടുക. ഈ മണ്ണെണ്ണനേക്കാൾ സ്മെല്ലുള്ള ഡീസലുള്ള വണ്ടിൻ്റെ ഉള്ളിൽ ഒരുപാട് പാമ്പുകൾ കയറുന്ന റിപ്പോർട്ടുകൾ ഒരുപാട് പത്രത്തിലായിട്ടും ദൃശ്യമാധ്യമങ്ങളിലൂടെ ഒക്കെ എല്ലാവരും കാണുന്നുണ്ട്. എന്നാലും ആളുകൾ ഇത് ഉൾക്കൊള്ളുന്നില്ല. നേരത്തെ കേട്ട് പോകുന്ന ആ ഒരു ചര്യ നടത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ പാമ്പ് കടിച്ചാൽ എല്ലാവരും കഴുകാൻ പാടില്ല ശരിക്കും. അതായത് 2 ഡോട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ വിഷമുള്ള പാമ്പുകൾ കടിച്ചാൽ. നമ്മൾ ഈ നായ പൂച്ചയൊക്കെ കടിച്ചാൽ കഴുകുന്ന പോലെ ഇതിനെ കഴുകാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഇഞ്ചക്ഷൻ അടിച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നത് സ്പ്രെഡാകാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ സ്പ്രെഡാവുന്നൊരു സിസ്റ്റമാണ് നമ്മൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചിട്ട് കഴുകുന്ന സമയത്ത് സംഭവിക്കുന്നത്. അത് ഗുണത്തിലേറെ ദോഷം ചെയ്യുക. അതുപോലെ തന്നെ പാമ്പ് കടി കുടുങ്ങിക്കഴിഞ്ഞാൽ ചില ആളുകൾ പാമ്പിനെ തല്ലിക്കൊന്ന് കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റമൊക്കെ ഉണ്ട്. അതിനൊന്നും ആവശ്യമില്ല. കാരണം പാമ്പിനെ എങ്ങനെ കൊണ്ടുപോയാലും പാമ്പ് കടിക്കുന്നത് കണ്ടാലും ഡോക്ടർ പെട്ടെന്ന് മരുന്ന് കൊടുക്കുന്നില്ല. അതിന് ബ്ലഡിൽ മരുന്ന് വിഷം ഇഞ്ചെക്ട് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമേ അവരതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുള്ളൂ. അതിന് മുന്നേ എന്തെങ്കിലും സിംറ്റംസ് ശരീരത്തിൽ നിന്ന് വല്ലാതെ കാണിക്കുന്നുണ്ടെങ്കിലൊക്കെ ഒരു അതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യാൻ മതി. എന്നല്ലാതെ പാമ്പിനെ കൊണ്ടുപോകേണ്ട ഒരു കാര്യവുമില്ല.
കടിച്ചു കഴിഞ്ഞാൽ ഉടനെ എന്ത് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? കടിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെ നമ്മൾ കൂടുതൽ ഓടാനോ നടക്കാനോ നിൽക്കാതെ മറ്റൊരാളെ സഹായം തേടുക, വേഗം ആൻറ്റിവനം കിട്ടുന്ന ഹോസ്പിറ്റലുകളിലേക്ക് എത്തുക. ഇപ്പം ഈ സർപ്പ ആപ്പിലൊക്കെ നോക്കിയാൽ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. കാരണം ഈ പാമ്പുകൾ കടിച്ചാൽ ഇപ്പോൾ ആൻറ്റിവനം കിട്ടുന്ന ഹോസ്പിറ്റലുകൾ ഏതാണ്, നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏറ്റവും അടുത്ത് ഏതാ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ നോക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷേ ആളുകൾ എത്ര എന്താകുന്നില്ല, അതൊന്നും വേണ്ടത്ര ഉപയോഗിക്കുന്നില്ല. പക്ഷേ ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്, എന്നാലും കുറേ ആളുകൾ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല. സർപ്പ ആപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൻ്റെ പേരും ഫോൺ നമ്പർ അടക്കം എല്ലാ സൗകര്യങ്ങളും അതിലുണ്ട്. അതുപോലെ തന്നെ അതിൽ റെസ്ക്യൂർമാരുടെ നമ്പറുകളുണ്ട്. തൊട്ടടുത്ത് എവിടെയാണോ റെസ്ക്യൂർ ഉള്ളത് എന്നുള്ളത് അറിയാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പാമ്പുകളെ പലരും തല്ലിക്കൊല്ലുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. അങ്ങനെ വന്നാൽ വലിയ നിയമപ്രശ്നം ഉണ്ടാകില്ലേ? അതെ, നിയമപ്രശ്നമാണ്. എല്ലാ ജീവികൾക്കും ഇവിടെ ജീവിക്കാനുള്ള ഇതുള്ളതുകൊണ്ട് പല പാമ്പുകൾക്കും പല ഷെഡ്യൂളിലാണ് ഉള്ളത്. ഇപ്പോൾ എല്ലാ പാമ്പുകൾക്കും നിയമതടസ്സങ്ങളുണ്ട്. കൊല്ലാൻ പറ്റിയ ഒരു പാമ്പും ഇല്ല. എല്ലാ പാമ്പിനെയും സംരക്ഷിക്കപ്പെടേണ്ടതാണ്. മൂർഖനെ കൊന്നാലുള്ള ശിക്ഷ എങ്ങനെയാണ്? അത് 3 വർഷങ്ങാനുമാണ് തടവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ആണ് നമ്മൾ സാധാരണ കാണുന്ന ചേര, പെരുമ്പാമ്പ്, അതൊക്കെ ഷെഡ്യൂൾ 1 പെട്ടതാണെന്നാണ് എൻ്റെ ഓർമ്മ. കാരണം നമ്മളതിനെക്കുറിച്ച് കൂടുതൽ നമ്മളതിനെ ചിന്തിക്കാറില്ല. ഏതായാലും അത് ഒഫൻസാണ് ചെയ്യുന്നത്. പൊതുജനങ്ങൾ അങ്ങനെ പിടിക്കാൻ പാടില്ല, കാരണം അത് അപകടം ഉണ്ടാക്കില്ലേ? അത് ചില ആളുകൾ ഇപ്പോൾ നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്നത് കൂടുതൽ വീഡിയോസുകളും എഡിറ്റ് ചെയ്ത വീഡിയോസുകളായിരിക്കും. ആ പാമ്പിനെ കാണുന്നതും എടുക്കുന്നതും ബാഗിലേക്ക് കയറ്റുന്നതും മാത്രമാണ് ജനങ്ങൾ കാണുന്നത്. അപ്പോൾ ആളുകൾ വിചാരിക്കും ഇതന്നെയാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം. ഇപ്പോൾ ഈ മൊബൈലുകളിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉള്ളതുകൊണ്ട് എല്ലാവരും എഡിറ്റ് ചെയ്തിട്ട് അതിനെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇത് ഡെഡിക്കാസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണ് അറിയോ, എല്ലാവരും സിമ്പിളാണെന്ന് കരുതിയിട്ട് എടുക്കാൻ പോയാൽ അത് അപകടം കൂടും. അപ്പം കോളുകൾ വരുന്ന സമയത്ത് എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് അത് പിടിക്കുന്നത്? അതുപോലെ പുതിയ റെസ്ക്യൂവേഴ്സിന് കൊടുക്കാവുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഈ നേരത്തെ നമ്മൾ ഈ ഇതിലൊക്കെ കാണുന്നുണ്ട് ഈ ക്യാച്ചർ ഉപയോഗിക്കുന്നത്. അത് പാമ്പിന് അപകടങ്ങൾ ഉണ്ടാക്കും. ഇപ്പം നമ്മൾ ഹുക്ക് ഉപയോഗിക്കുന്നു, പൈപ്പും ബാഗും വെച്ചിട്ട് പെട്ടെന്ന്, അതായത് ഇതിനെ റെസ്ക്യൂ ചെയ്ത് കഴിഞ്ഞാൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിന് രക്ഷപ്പെടാൻ ഒരു ഒളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് അത് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അത് നമ്മളതിന് ഡ്യൂപ്ലിയായിട്ടൊരു സാധനം ഉണ്ടാക്കി വെക്കും, അതിലേക്ക് അത് ഓടിക്കയറും ചെയ്യും. പക്ഷേ അതിൻ്റെ അടുത്ത് ആളുകൾ കൂടിയും ഒച്ചപ്പാടുണ്ടാക്കുക. അതുകൊണ്ട് രാത്രി സമയങ്ങളിലൊക്കെ പല ഭാഗത്തു കൂടി ടോർച്ചടിയൊക്കെ വരുന്ന സമയത്തൊക്കെ ആ ലൈറ്റിൻ്റെ ഈ ഇത് കാരണം അതിൻ്റെ നിഴലിലേക്കൊക്കെ അത് അറ്റാക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കാറുണ്ട്. അതുപോലെ നമ്മളൊരു പൂച്ച, നായ, അതല്ലെങ്കിൽ ഒരു കീരിയൊക്കെ ആയിട്ട് ഫൈറ്റ് ചെയ്തൊരു പാമ്പൊക്കെ ആണെങ്കിലും ബാഗ് കയറാൻ സമയമെടുക്കും. അപ്പോൾ അങ്ങനത്തെ അടുത്തതിൻ്റെയൊക്കെ നമ്മൾ ഒരു പാമ്പിനെ പിടിച്ചു, ആരെങ്കിലും ആദർശികമായി വീട്ടിൻ്റെ ഉള്ളിൽ നിന്നോ എവിടെന്നെങ്കിലും ഒരു പാമ്പിനെ പിടിച്ചു എന്ന് കരുതിയിട്ട് അതേ പോലെ ആയിരിക്കും മറ്റുള്ള പാമ്പുകളും എന്ന് കരുതുന്നത് വിഡിതാണ്. എല്ലാ ആൾക്കാരോടും ഒരേപോലെ പെരുമാറാൻ പറ്റില്ലല്ലോ. ചില ആളുകളോട് എന്തെങ്കിലും ചോദിക്കുമ്പോഴേക്കിന് ദേഷ്യം പിടിക്കുന്ന സ്വഭാവക്കാരുണ്ടാവും. ചില ആളുകൾ സൗമ്യമായി പെരുമാറുന്നവരുണ്ടാവും. അതേമാതിരി തന്നെ പാമ്പുകളെ കൂട്ടത്തിലുണ്ടാവും. ചിലത് സൗമ്യമായിട്ടായിരിക്കും. കാരണം എല്ലാ പൊസിഷനിലും പാമ്പ് ഒരേപോലെ നിൽക്കുന്നതല്ല. നമ്മൾ കാണുന്ന സമയത്ത് ചിലത് ഒരു കല്ലിൻ്റെ ചുവട്ടിൽ അത് അവിടെ ഭദ്രമായി നിൽക്കുന്നതായിരിക്കും. ചിലപ്പോൾ അത് അതേമാതിരി തന്നെ നമുക്ക് പോയി റെസ്ക്യൂ ചെയ്യാൻ പറ്റും. അതിനൊരു സംഭവം ഉണ്ടാവില്ല. അതേ സ്ഥാനത്ത് മറ്റുള്ള ആളുകൾ എന്തെങ്കിലും ജോലി ചെയ്യുന്നിടത്തുനിന്നോ അതല്ലെങ്കിൽ ഇതേമാതിരി പൂച്ചൻ്റെ, നായൻ്റെ ഇടയിലൊക്കെ പെട്ടിട്ട് അത് ആകെ പരിഭ്രാന്തിയായിട്ട് നിൽക്കുന്ന സമയത്തൊക്കെയാണ് നമ്മൾ റെസ്ക്യൂ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ അതിൻ്റെ സ്വഭാവം മറ്റൊന്നായിരിക്കും. ഒരു പാമ്പിന് തന്നെ രാവിലത്തെ സ്വഭാവമായിരിക്കില്ല വൈകുന്നേരം. പല വ്യത്യാസങ്ങളും ഉണ്ടാവും. പിന്നെ എല്ലാ വിഷപാമ്പുകളും ഒരുവിധം പാമ്പുകളൊക്കെ രാത്രി സഞ്ചാരികളുമാണ്. രാത്രി കുറച്ച് അഗ്രസീവുമായിരിക്കും, പകൽ ശാന്ത സ്വഭാവക്കാരുമായിരിക്കും. ഈ വേനൽക്കാലത്ത് ഏറ്റവും കൂടുതൽ പിടിക്കുന്നത് എന്തിനാണ്? മൂർഖനാണോ, അണലിയാണോ, മറ്റ് എങ്ങനെയാണ് അത്തരം പാമ്പുകളുടെ വിവരങ്ങൾ കൂടി? അല്ല, അങ്ങനെ പൊതുവേ കൂടുതലായിട്ടൊന്നുമില്ല, എല്ലാം കാണുന്നുണ്ട്. പക്ഷെ പൊതുവേ ഈ ഒരു സമയത്ത് മൂർഖനും ഇപ്പം ഈ പൊതുവേ ശംഖുവരേനൊക്കെ കാര്യമായിട്ട് എന്തോ ഒരു കൂടുതലായിട്ട് ഇപ്പോഴാണ് വീട്ടിലും അവിടെയൊക്കെ കാണാൻ തുടങ്ങിയിട്ടുള്ളത്. നേരത്തെ അങ്ങനെ അത്ര കാണാറില്ലായിരുന്നു. കൂടുതലും മൂർഖനാണ്. നമ്മൾ ഈ ഏരിയയിലൊക്കെ കൂടുതലുള്ളതും വിഷപ്പാമ്പുകളെ കൂട്ടത്തിൽ മൂർഖനാണ്. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ 100ഓളം പാമ്പുകൾ കേരളത്തിലുണ്ടെങ്കിലും മനുഷ്യന് ആക്രമണത്തിൽ മരിക്കാൻ കാരണക്കാരായ പാമ്പുകൾ കുറഞ്ഞതേ ഉള്ളൂ. എല്ലാ പാമ്പുകളും വിഷമുള്ളതും മനുഷ്യനെ കൊല്ലാൻ കപ്പാസിറ്റി ഉള്ളതൊന്നും അല്ല. പിന്നെ വെറുതെ വന്ന് ആക്രമിക്കുന്ന സ്വഭാവവും പാമ്പിനില്ല. പിന്നെ കൂടുതലും നമ്മൾ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ യാദൃശ്ചികമായി അറിയാതെ ചവിട്ടിപ്പോവുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴാണ് കൂടുതലും അപകടം ഉണ്ടാകുന്നത്. എന്ന് വിചാരിച്ച് ചവിട്ടിയാലേ കടിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു പാമ്പിൻ്റെ അടുത്ത് പോയി ഡാൻസ് കളിക്കാനോ അല്ലെങ്കിൽ ചിരിക്കാനോ കളിക്കാൻ നിൽക്കാനും പറ്റില്ല. കാരണം അങ്ങനെ ലോകം കൂടാൻ പറ്റിയൊരു ജീവിയല്ല പാമ്പ്. കായം കലക്കുക, അതുപോലെ വെളുത്തുള്ളി കലക്കി ഒഴിക്കുക ഒക്കെ ചെയ്യാറുണ്ട് പാമ്പുകൾ വരാതിരിക്കാൻ വേണ്ടി. അത് എത്രമാത്രം ഫലപ്രദമാണ്? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതിനോട് വലിയൊരു ഇതില്ല.
അതേസമയത്ത് നമ്മൾ ഈ പെനോയിൽ പോലത്തെ മറ്റ് കെമിക്കൽ ഉപയോഗിച്ച് വീടുകളൊക്കെ ക്ലീൻ ആക്കി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അവർക്ക് ഫീഡ് ചെയ്യേണ്ടതായ എലി പല്ലി അങ്ങനത്തെ കുറേ ജീവികളെ നമുക്ക് വീടുമായിട്ട് സംരക്ഷിക്കാൻ കഴിയും, വീടിനെ സംരക്ഷിക്കാൻ കഴിയും. അത് വീട്ടിൻ്റെ ഉള്ളിൽ കയറാതിരുന്നാൽ പാമ്പുകളും വരാതിരിക്കുമെന്നല്ലാതെ ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഗൂഗിളിലൊക്കെ അടിച്ചാലൊക്കെ ഒരുപാട് സാധനം കെമിക്കൽസ് കാണുന്നുണ്ട്. അതിനോടൊക്കെ എത്രത്തോളം ഫലം ചെയ്യുന്നത് നമുക്കറിയില്ല. ശക്തമായിട്ടുള്ള ചൂടാണ്, അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ പാമ്പ് ശല്യം ഉണ്ടാകുന്നുണ്ട്. എല്ലാവരും ജാഗ്രത പുലർത്തണം എന്നുള്ള നിർദ്ദേശം തന്നെയാണ് പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. കോഴിക്കോട് നിന്ന് ജയ്സിൽ ബാബു പിലാശ്ശേരിക്കൊപ്പം സമീർ സി മുഹമ്മദ്, മീഡിയ 1.